അങ്ങനെ ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ആൾ ടൈം ഒരു വെങ്കട് പ്രഭു ഹീറോ വന്നു. ഓപ്പണായി പറയുകയാണെങ്കിൽ എനിക്ക് സിനിമ വർക്കായില്ല. ശരിക്കും ഒരു സംഭവം എക്സ്പെക്ടേഷൻ ഒന്നും ഇല്ലെങ്കിലും ആ എക്സ്പെക്ടേഷൻ മീറ്റ് ചെയ്തില്ല എന്ന് പറയാൻ സാധിക്കില്ല. ഇതിൻ്റെ അനൗൺസ്മെൻറ്റ് തൊട്ട് തന്നെ ഭയങ്കരമായി പേടിയുണ്ടായിരുന്നു. കാരണം പുള്ളി ഓവർ എക്സൈറ്റ്മെൻറ്റിൽ എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നു അറിയായിരുന്നു. ട്രെയിലർ കണ്ടപ്പോഴും കൺവിൻസിങ് ആയിരുന്നില്ല. പാട്ടുകളായാലും ഒന്നും തന്നെ മികച്ചതായി തോന്നിയിട്ടുണ്ടായിരുന്നില്ല. സിനിമ കണ്ടു കഴിഞ്ഞപ്പോഴും ഇതേ ഫീലിങ്ങിലാണുള്ളത്. ആ കൂടെ എടുത്തു കഴിഞ്ഞാൽ ഒരു ആവറേജിൽ ഒപ്പിക്കാൻ പറ്റുന്ന ഒരു പടമാണ് കോട്ട്. നമുക്കറിയാം സിനിമയിൽ ഈ 3 മണിക്കൂർ സിനിമ എന്ന് പറയുമ്പോൾ നമ്മളെ പിടിച്ചിരുത്താനുള്ള ടൈപ്പ് സ്ക്രീൻ പ്ലേ ആണ് ആദ്യം വേണ്ടത്. ഇത് ഭയങ്കര ലൂസി ആയിട്ടുള്ള സ്ക്രീൻ പ്ലേ ആണ്. നമ്മൾ സിനിമ കാണുമ്പോൾ തന്നെ വേറെ കാര്യങ്ങൾ ഇങ്ങനെ ആലോചിക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക് നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്ന ഒരു സ്ക്രീൻ പ്ലേ ആണ് സിനിമയുടെ ഏറ്റവും വലിയ ഡ്രോബാക്ക്. വെങ്കട് പ്രഭു ഡയറക്ഷൻ, സ്ക്രീൻ പ്ലേ എല്ലാം ഡ്രോബാക്കാണ്. പിന്നെ യുവൻ ശങ്കർ രാജ പുള്ളി ഇതിഷ്ടപ്പെട്ട് ചെയ്തതാണോ ഈ പടം എന്ന് എനിക്ക് ഡൗട്ടുണ്ട്. കാരണം ഒട്ടും നല്ല രീതിയിലുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ സിനിമയിൽ എവിടെയും ഇല്ല. പിന്നെ ഈ സിനിമയിൽ ഭയങ്കര ഹൈ മൊമെന്റ്സ് ഒക്കെ മിസ്സിങ് ആണ്. ഗൂസ് ബം സീൻസ് ഇല്ല. നമ്മൾ വിജയിൻ്റെ പടം എന്ന് പറഞ്ഞു കഴിയുമ്പോൾ തിയേറ്ററിൽ കുറച്ച് ആഘോഷിച്ച് കാണാൻ പറ്റുന്ന ഒരു മൂവി ആയിട്ടായിരിക്കും നമ്മൾ എക്സ്പെക്ട് ചെയ്ത് പോവുക. കാരണം നമുക്ക് പിന്നെ അധികം ഒന്നും വേണ്ട. വിജയിനെ കാണണം, വിജയിന് നല്ലൊരു കിടിലൻ സീനുകൾ കണ്ട് 2 വിസിലടിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഹാപ്പിയാണ്. പക്ഷെ അതുപോലും ഇവിടെ യൂസ് ചെയ്തിട്ടില്ല, അതുപോലും ഇവിടെ ഇല്ല. ഹൈ മൊമെന്റ്സ് ഒട്ടും തന്നെ ഇല്ല. വിജയുടെ സ്വാഗും പുള്ളിയുടെ ഒരു സ്റ്റാർഡമും പ്രോപ്പറായിട്ട് യൂസ് ചെയ്യും എന്ന് വിചാരിച്ചെങ്കിലും പുള്ളി യൂസ് ചെയ്യില്ല. കാരണം നമുക്കറിയാം മങ്കാത്ത പോലുള്ള സിനിമയിൽ നമ്മൾ അജിത്തിനെ എങ്ങനെ യൂസ് ചെയ്ത് ഗംഭീരമാക്കിയെന്ന് അറിയാം. അപ്പോൾ അങ്ങനെ ഒരു ഡയറക്ടർ വിജയിനെ വെച്ച് ചെയ്യുമ്പോൾ നമ്മൾ എക്സ്പെക്ടേഷൻ ഓട്ടോമാറ്റിക് ഉണ്ടാവും. ട്രെയിലറൊക്കെ കണ്ടപ്പോൾ നമ്മൾ ഹൈപ്പൊന്നും ഉണ്ടായിരുന്നില്ല ഈ പടം. പക്ഷെ അതായത് പുള്ളി എന്തൊക്കെയോ ആലോചിച്ച് കൂട്ടി, ഭയങ്കര ഗ്രാൻഡ് ആയിട്ടൊക്കെ ആലോചിച്ച് കൂട്ടി. പക്ഷെ സിനിമയിൽ ഒന്നും തന്നെ ഇല്ല. വളരെ സിമ്പിളായിട്ടൊരു പടം എടുത്താൽ മതി എന്നതിനേക്കാളും നല്ലത്. പിന്നെ ക്ലൈമാക്സ് ഒക്കെ പുള്ളി പറഞ്ഞ പോലെ ഒരു സെപ്പറേറ്റ് പടമാണ്, വേറെ ലെവലാണെന്നൊക്കെ പറഞ്ഞു. വലിച്ച് നീട്ടി നമുക്ക് ഈ സിനിമ എന്താ ഒന്ന് കഴിഞ്ഞാൽ മതി എന്നുള്ള ഒരു അവസ്ഥയായി. കാരണം നമുക്കറിയാം അവസാനം ഇതൊക്കെ സംഭവിക്കുള്ളൂ. പിന്നെയും അത് ഇപ്പം ഇൻ്റർവെൽ ബ്ലോക്ക് ആയാലും ഇത് തന്നെയാണ് സംഭവിച്ചത്. കാരണം ഇങ്ങനെ ആക്കുമ്പോഴേക്ക് കഴിയണം ആ സീന്. കാരണം എങ്കിലേ നമുക്ക് മനസ്സിലായി സംഭവം. പിന്നീടും വലിച്ചു നീട്ടിക്കഴിഞ്ഞാൽ ഒരു കാര്യമില്ല. പിന്നെ ഏറ്റവും കൂടുതൽ ട്രോൾ ചെയ്ത ഡി-ഏജിങ് ലുക്ക് നന്നായിട്ടുണ്ടായിരുന്നു. ആ വിജയുടെ ഒരു പെർഫോമൻസ് അത്യാവശ്യം ഒരു പരിധി വരെ ഓക്കെ ആയിരുന്നു. പുള്ളീൻ്റെ ഒരു ഡെവിളിഷ് ക്യാരക്ടറൊക്കെ അത്യാവശ്യം നന്നായി എക്സ്പ്ലോർ ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. പക്ഷെ അത് ഒരു പരിധി വിട്ടപ്പോൾ കഴിഞ്ഞപ്പോൾ നമുക്ക് തന്നെ ഒന്ന് കല്ലുകടിയായി തോന്നി. പിന്നെ ഒരു ഇമ്പാക്റ്റും തരാതെ കുറേ ക്യാമിയോസ്, കുറേ ടെക്നിക്കൽ സൈഡിൽ വലിയ രസങ്ങളായിട്ട് തോന്നിയില്ല. പിന്നെ ആകെ എനിക്ക് ആശ്വാസമായി തോന്നിയ ആദ്യത്തെ കുറച്ച് മിനിറ്റുകളാണ് സംഭവം. പ്രശാന്ത്, പ്രഭുദേവ, ജയറാം, വിജയിൻ്റെ ഒരു കോമ്പിനേഷൻസിൽ കുറച്ച് സീനുകൾ അത്യാവശ്യം ചിരിക്കാനുള്ള കുറച്ച് മൊമെന്റ്സ് ഉണ്ട്. അതേപോലെ ടോട്ടലി സിനിമ എടുത്തു കഴിഞ്ഞാൽ അവിടെ കുറച്ച് ചെറിയ മൊമെന്റ് അല്ലാതെ ഒരു ഹൈ മൊമെന്റ് എവിടെയും ഇല്ല സിനിമയിൽ. വിജയിനെ ഒട്ടും ഉപയോഗിച്ചിട്ടുമില്ല. പുള്ളിയുടെ ഒരു സാഗ് എവിടെയും വന്നത് തന്നെ ഇല്ല. നല്ലൊരു ആക്ഷൻ സീൻസ് ഇല്ല. മൊത്തത്തിൽ ഈ സിനിമ എനിക്ക് ഒരു ആവറേജ് എന്നൊക്കെ വേണമെങ്കിൽ പറയാന്നേ ഉള്ളൂ. എനിക്ക് ഒട്ടും വർക്കാകാത്തൊരു മൂവിയാണ്. നിങ്ങൾക്ക് ഇനി എങ്ങനെയായിരിക്കും എന്നറിയില്ല. അങ്ങനെ അതും കഴിഞ്ഞു. പുള്ളി അതായത് ഇപ്പോൾ ഷോർട്ടായി പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു എവിടെയെങ്കിലും പോയി വരികയാണ്. അപ്പോൾ നമ്മുടെ അമ്മ സമയമില്ല, രാത്രി ഒരുപാടായി, അപ്പോൾ പുറത്തുനിന്ന് വാങ്ങാനും പറ്റില്ല എന്ന് പറയുമ്പോൾ അമ്മ പെട്ടെന്ന് 2 ദോശയും ചമ്മന്തി ഉണ്ടാക്കി തരാമെന്ന് പറയും. നമുക്കപ്പോൾ പറ്റില്ല. അപ്പോൾ നമ്മൾ വേറെ എന്തെങ്കിലും പറയും. പക്ഷെ ആ സമയം കുറച്ചേ ഉള്ളൂ. എന്നാൽ പിന്നെ ബിരിയാണി ഉണ്ടാക്കാന്ന് പറഞ്ഞ് ഉണ്ടാക്കി. അരി വെന്തിട്ടില്ല, മസാല പിടിച്ചിട്ടില്ല, ചിക്കൻ്റെ വേവ് കുറവ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ബിരിയാണി ഉണ്ടാക്കി തന്നു. പക്ഷേ കഴിക്കാൻ ആ 2 ദോശയും ചട്നിയും മതിയായിരുന്നു. അപ്പോൾ പറഞ്ഞു വന്ന ഒരു സാധാ ഒരു കമേഴ്ഷ്യൽ പടമാണെങ്കിൽ പോലും അത്യാവശ്യം കുറച്ചുകൂടെ ബെറ്റർ ആയാണ്. ഇതിപ്പോൾ പുള്ളി എന്തൊക്കെയോ വിഷനായിട്ട് കണ്ടു. എന്നാൽ പിന്നെ അങ്ങനെ ഇതിൻ്റെ ക്ലൈമാക്സിൽ വരുന്ന ഒരു സംഭവമുണ്ട്. അത് തന്നെ മെയിൻ ആയിട്ടുള്ള സാധനമാക്കിയാൽ മതിയായിരുന്നു. ഇത് ആൻറ്റി ടെററിസ്റ്റ് കോഡ് എന്നൊക്കെ പറയുന്നു. അതിൻ്റെ മിഷൻസ് ഒന്നും പ്രോപ്പറായി കാണിക്കണില്ല. ഒരു സംഭവം നടക്കുന്നു, പുള്ളി സ്ക്വാഡിൽ നിന്ന് വിട്ടു നിൽക്കുന്നു, വീണ്ടും ഒരു സംഭവം നടക്കുന്നു, തിരിച്ച് സ്ക്വാഡിലോട്ട് വരുന്നു. അങ്ങനെയാണെങ്കിൽ ആ സ്ക്വാഡിൻ്റെ ഒരു മിഷൻ കാണിക്കണം. മൊത്തത്തിൽ എനിക്ക് പടം വർക്കായില്ല. മീനാക്ഷി ചൗധരിയൊക്കെ എന്തിനാന്ന് തന്നെ മനസ്സിലായില്ല. പിന്നെ കുറേ ചെറിയ അവിടെ ചെറിയ കുറച്ച് ട്വിസ്റ്റുകളുണ്ട്. അത് അത്യാവശ്യം വെർത്തായിരുന്നു. പക്ഷേ ഇത്രയും സമയം കണ്ടിരിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ക്രീൻ പ്ലേ ഭയങ്കര അത് ട്രിം ചെയ്യായിരുന്നു. ഇത്രയും പാട്ടുകൾ ആവശ്യമില്ല, പാട്ടുകൾ നന്നായിട്ടും ഇല്ല, അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഇതിൻ്റെ ഈ റിയൂണിയൻ കുറച്ച് കോമഡീസ് വർക്കൗട്ട് ആയിട്ടുണ്ട്. ചെറിയ വിജയ് നന്നായിട്ടുണ്ടായിരുന്നു. പിന്നെ വേറൊരു ഡി-ഏജിങ് വിജയ് ഉണ്ട്, അത് നന്നായിട്ടില്ല. അപ്പോൾ മൊത്തത്തിൽ ഈ പടം എങ്ങനെയുണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ
ഞാൻ വിജയിനെ കാണാൻ വേണ്ടി പോകാൻ ഒരിക്കലും പറയില്ല. ഇതൊരു ആവറേജ് പടം എന്ന് വേണമെങ്കിൽ പറയാം. നിങ്ങൾ പോയി കാണുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പം ഇനി ഒരു പടവും കൂടിയേ ഉള്ളൂ, അതെങ്ങനെയാവുമെന്ന് അറിയില്ല.